ഏറെ ആദരണീയനായ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ഫൈസൽ ഇസുദ്ദീൻ, ജാഥയുടെ ക്യാപ്റ്റനും പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റുമായ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി, വൈസ് ക്യാപ്റ്റന്മാരായ തുളസീധരൻ പള്ളിക്കൽ, റോയി അറയ്ക്കൽ, പാർട്ടിയുടെ തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറിയും ഈ സമാപന സമ്മേളനത്തിലെ അതിഥിയുമായ രത്നം അണ്ണാച്ചി, ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഏറെ പ്രിയങ്കരനായ റിയാസ് സാഹിബ്, മറ്റു സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പിന് എന്ന പ്രമേയവുമായി പാർട്ടി നടത്തുന്ന ഈ ജനമുന്നേറ്റ യാത്ര ഞങ്ങളുടെ പ്രിയങ്കരനായിരുന്ന സംസ്ഥാന സെക്രട്ടറി കെ ഷാൻ്റെ രക്തമുതിർന്ന ആലപ്പുഴയുടെ മണ്ണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാവർക്കും അറിയുന്നത് പോലെ തൊട്ടടുത്ത ദിവസങ്ങളിൽ സംസ്ഥാനത്ത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ നയിക്കുന്ന ജാഥയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവും ആ പാർട്ടിയുടെ അധ്യക്ഷനെ നയിക്കുന്ന ജാഥയും ഒക്കെ തന്നെ നമ്മുടെ നാടുകളിലൂടെ കടന്നുപോയതാണ്. പക്ഷേ കേരളീയ സമൂഹം നെഞ്ചോട് ചേർത്തത് ഈ ജനമുന്നേറ്റ യാത്രയാണ് എന്ന് അഭിമാനപൂർവ്വം ഇവിടെ പറയുകയാണ്. നരേന്ദ്രമോദി മൂന്നാമതും അധികാരത്തിൽ വരരുത് എന്ന് ആഗ്രഹിക്കുന്ന രാജ്യത്തെ പൗരഭൂരിപക്ഷത്തിൽപ്പെട്ട ആളുകളുടെ നിരാശയുടെ വർത്തമാനങ്ങൾ കേട്ടുകൊണ്ടാണ് ഈ ജാഥയിൽ പങ്കെടുക്കുവാൻ വേണ്ടി കാസർഗോട്ടേക്ക് എൻ്റെ സഹപ്രവർത്തകരോടൊപ്പം വണ്ടി കയറിയത്. പക്ഷേ ഈ ജാഥ തുടങ്ങിയതിന് ശേഷം കാസർഗോഡ് നിന്നും ഓരോ ജില്ലകളും താണ്ടി തൊട്ടടുത്ത ജില്ലകളിലേക്ക് വരുമ്പോൾ ഈ ജാഥയിൽ പങ്കെടുത്ത ഞങ്ങളുടെ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ ഈ ജാഥയെ അനുഗമിക്കുകയും ഈ ജാഥ വീക്ഷിക്കുകയും ചെയ്ത ആബാലവൃദ്ധം ജനങ്ങളുടെയും കണ്ണുകളിലെ തിളക്കത്തിന് സാക്ഷികളായിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ഈ ഒരു സദസ്സിൽ ഇരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഈ ജാഥ എത്തുമ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ജനമുന്നേറ്റ യാത്ര അവസാനിക്കുന്നില്ല. രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പിന് എന്ന മുദ്രാവാക്യം നടന്നു കയറുന്നത് രാജ്യത്തിൻ്റെ അഷ്ടദിക്കുകളിലുള്ള ജനഹൃദയങ്ങളിലേക്കാണ്, അഥവാ ചരിത്രത്തിലേക്കാണ്. ഫൈസൽ ഇസുദ്ദീൻ സാഹിബ് ഇവിടെ സൂചിപ്പിച്ചു, വിവിധ സംസ്ഥാനങ്ങളിൽ ഈ ജാഥ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ വീണ്ടെടുക്കുക എന്ന പാർട്ടിയുടെ ആഹ്വാനം ഈ രാജ്യത്തെ ജനത ഏറ്റെടുക്കുവാൻ പോകുകയാണ്. അനധിവിദൂര ഭാവിയിൽ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ഈ ആഹ്വാനം ഏറ്റെടുക്കുക തന്നെ ചെയ്യും എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. രാജ്യത്തെ തിരിച്ചുപിടിക്കാൻ ആർക്കാണ് കഴിയുക എന്ന ഈ രാജ്യത്തിൻ്റെ അടിച്ചമർത്തപ്പെട്ട ജനതയുടെ തേട്ടം എന്നതിൻ്റെ ആ ഉത്തരത്തിലേക്കാണ് ഈ ജാഥ ചെന്നെത്തുവാൻ പോകുന്നത്. സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ അധികാരത്തിലിരിക്കുമ്പോൾ അവിഹിതമായി സമ്പാദിച്ചു കൂട്ടിയതിൻ്റെ ഫലമായിട്ടാണ് അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ അവർക്ക് മുട്ടുമടക്കേണ്ടി വരുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഫാഷിസം രാജ്യത്തെ സമ്പൂർണ്ണമായി വിഴുങ്ങുവാൻ നിൽക്കുമ്പോഴും വരാനിരിക്കുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിനെ പോലും വളരെ നിസ്സാരമായിട്ടാണ് രാജ്യത്തെ മുഖ്യധാര പ്രതിപക്ഷ പാർട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. SDPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പറയാനുള്ളത്, മടിയിൽ കനമുള്ള ആളുകൾക്ക് ഭയപ്പെടേണ്ടതുള്ളൂ, SDPയുടെ വഴിയിൽ ഭയപ്പെടേണ്ടതുള്ളൂ. SDPയുടെ മടിയിൽ കനമില്ല. ആ ഭയമാണ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഈ ജനദ്രോഹ നയങ്ങൾ പിന്തുടരുവാൻ കാരണം. നിങ്ങളോട് പറയുവാനുള്ളത്, ഫാഷിസ്റ്റ് വിരുദ്ധതയിൽ ചാമ്പ്യന്മാരായ SDPയെ ഒഴിവാക്കി മാറ്റി നിർത്തിക്കൊണ്ടുള്ള എല്ലാ സംഘാടനങ്ങളും ഒരിക്കലും പൂർണ്ണതയിലെത്തുവാൻ പോകുന്നില്ല. സമീപ ഭാവിയിൽ തന്നെ ഫാഷിസ്റ്റ് വിരുദ്ധ ചേരിയുടെ ക്യാപ്റ്റൻസിയിൽ SDP എത്തുന്നതിന് നിദാനമാണ് ഈ യാത്രയെന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അധ്യക്ഷ പ്രാസംഗികനും തുടർന്ന് പ്രസംഗിച്ച ആളുകളുമൊക്കെ തന്നെ വളരെ വിശദമായി പറഞ്ഞു എന്താണ് ആലപ്പുഴ. ഞങ്ങളുടെ പ്രിയപ്പെട്ട കെ ഷാൻ സാഹിബിന്റെ രക്തം വീണ മണ്ണാണ്. ഞാനിത് പറയുമ്പോൾ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഈ ജാഥ ആലപ്പുഴയുടെ അതിജീവന പോരാട്ടങ്ങൾക്ക് കരുത്തു പകരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ ജാഥയുടെ മുന്നൊരുക്കം മുതൽ
സമാപനം വരെയുള്ള പ്രവർത്തക പങ്കാളിത്തം അതിന് സാക്ഷിയാണ്. ഇന്നവിടെ നിങ്ങളടക്കം മറ്റു ജില്ലകളിൽ വന്ന എൻ്റെ സഹപ്രവർത്തകരടക്കം അതിന് സാക്ഷിയാണ്. ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി കെ ഷാൻ സാഹിബിനെ കൊലപ്പെടുത്തിയതുൾപ്പെടെ, ഞങ്ങളുടെ പ്രിയങ്കരായ 15 സഹോദരന്മാർക്ക് വധശിക്ഷ വിധിച്ചതുൾപ്പെടെ, അതൊക്കെ ചെയ്തുകൊണ്ട് SDP-യെ പാടെ വിഭാടനം ചെയ്യാമെന്ന വ്യാമോഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ ജനസാഗരത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുകയാണ്, ഞങ്ങൾ പൊരുതി നേടുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. നാം മനസ്സിലാക്കേണ്ടത് ഷഹീദ് ഷാന്റെ കുടുംബം ഇന്നിവിടെയുണ്ട്, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ചത് മുതൽ ഞങ്ങളുടെ രക്തസാക്ഷികളുടെ വാപ്പാമാർ, ഉമ്മമാർ, സഹോദരിമാർ, അവരുടെ ഭാര്യമാർ, മക്കൾ, ഞങ്ങളുടെ തടവറയിൽ കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ കുടുംബങ്ങൾ ഉൾപ്പെടെ ഈ ജാഥയിൽ അണിചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാർഗത്തിൽ ജീവനും ജീവിതവും സമർപ്പിച്ചവരുടെ കുടുംബങ്ങൾ ഈ ജാഥയോടൊപ്പം വിവിധ സ്ഥലങ്ങളിൽ ജാഥ ക്യാപ്റ്റന് ഹാരമണിയിക്കുകയും ഈ ജാഥാംഗങ്ങൾക്ക് സ്വീകരണം നൽകുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് കരുത്ത് പകരുന്ന ഒന്ന് തന്നെയാണെന്നതിൽ യാതൊരു സംശയവുമില്ല. സംഘപരിവാറും സംഘപരിവാറിന്റെ ആജ്ഞാനുവർത്തികളായി പ്രവർത്തിക്കുന്ന പോലീസും അന്യായ വിധികളിലൂടെ, അന്യായ വിധിന്യായങ്ങളിലൂടെ വധശിക്ഷയടക്കം വിധിച്ചുകൊണ്ട് ഈ ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയും അന്തസ്സത്തെയും ഒക്കെ കളങ്കപ്പെടുത്തുന്ന എല്ലാവരും, അത്തരം ആളുകളൊക്കെ തന്നെ ചേർന്ന് ഒത്തൊരുമിച്ച് വിചാരിച്ചാലും ഈ പ്രസ്ഥാനത്തിന് ഒരു ചുക്കും സംഭവിക്കുകയില്ല എന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത്. പ്രിയപ്പെട്ട ഷാൻ സാഹിബ്, ഞങ്ങളെ പ്രിയപ്പെട്ട ഷാൻ സാഹിബ്, നിങ്ങളുടെ സാമീപ്യം ഈ വേദിയിൽ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ സദസ്സിൽ നിങ്ങളുണ്ട്, ഈ റോഡരികിൽ നിങ്ങളുണ്ട്, ഈ മണ്ണിൽ നിങ്ങളുണ്ട്. പ്രിയപ്പെട്ട ഷാൻ, യാ ഷഹീദ്, അസ്സലാമു അലൈക്കും.